ഗൈസ് സ്പെഷ്യൽ ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീണ്ട ദിവസത്തിന് ശേഷം നമ്മളൊരു പുതിയൊരു വീഡിയോ ആരംഭിക്കുകയാണ്. സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ സ്ഥലം ഉപയോഗിക്കുക പറഞ്ഞെടുത്താ. ഗായ്സ് നമ്മളിപ്പോൾ ഉള്ള നിലമ്പൂരാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് ബാക്ക് ക്യാമറയിൽ എടുക്കാം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഉള്ളിലേക്ക് കടന്ന് കുറച്ച് എന്താ മരങ്ങളുടെ ഉണ്ടാക്കിയ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇനി നമുക്ക് പുറത്തെ കുറച്ച് വിശേഷം അതിൽ ഉള്ളിലേക്ക് നമുക്ക് ഒന്നുകൂടി പ്രശേഖരിക്കാൻ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ പുറത്തുള്ള കാര്യങ്ങളൊന്നുകൂടി കാണാം. വീഡിയോ ആരംഭിക്കുകയാണ്. സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ സ്ഥലം എവിടെ ഉപയോഗിക്കുക പറഞ്ഞെടുത്താ. ഗായ്സ് നമ്മളിപ്പോൾ ഉള്ള നിലമ്പൂരാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് ബാക്ക് ക്യാമറയിൽ എടുക്കാം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഉള്ളിലേക്ക് കടന്ന് കുറച്ച് എന്താ മരങ്ങളുടെ ഉണ്ടാക്കിയ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇനി നമുക്ക് പുറത്തെ കുറച്ച് വിശേഷം അതിൽ ഉള്ളിലേക്ക് നമുക്ക് ഒന്നുകൂടി പ്രശേഖരിക്കാൻ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ പുറത്തുള്ള കാര്യങ്ങളൊന്നുകൂടി കാണാം. അപ്പം മെല്ലെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. അപ്പം എന്താ ചെസ്സ് കളിക്കുന്ന എന്താ ഫ്രോഗന്നല്ലടാ തവളയ്ക്ക്. അതെ, പിന്നെന്താ ചെസ്സ് കളിക്കുന്ന തവളകൾ, അതാണ് ഫ്രോഗ്സ് പ്ലേയിങ് ചെസ്. അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ രൂപബന്ധ് എന്താ എഴുതിയ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക് അല്ലേ, ജൈവ വൈവിധ്യ ഉദ്യാനം. ഇത് കയറാൻ പറ്റുമോ നോക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കിലേക്ക് ഒന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബേ ഇതെന്താ കുറേ സംഭവങ്ങളുണ്ടല്ലോ ഇവിടെ. കൂടുതലും LP സ്കൂൾ UP സ്കൂൾ സ്റ്റുഡൻസ് ആണല്ലേ. പ്രശ്നമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. കുറേ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അതൊക്കെ കുഞ്ഞാവേ ഇതെന്താ വായിച്ച ഓർക്കിഡിന്റെ പൂവിന്യാസം. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിടാ. നമ്മളിതുവരെ ഒരു പോസിറ്റീവ് ഫീല്. കുഞ്ഞാവേ എനിക്കെത്താ ഇവിടെ ഇതിനെ കുറിച്ചാണ് എനിക്കെത്താ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലേ. അപ്പോൾ അതിനെ കുറിച്ചാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ബട്ടർഫ്ലൈ ഗാർഡൻ അല്ല, ഉള്ളിലത്തെ കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ ഒരു അഭിപ്രായം ചെന്ന് പറഞ്ഞു. അത് ശരിക്കും നോക്കടാ ഉണ്ടാവും. എടാ ആമ്പലാണ് തോന്നുന്നു. പ്രശ്നമല്ല, സെറ്റാണ്. മൊബൈൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഷെയ്ക്ക് ചെയ്തതായിട്ട് പ്രയാസമുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. കുഞ്ഞാവേ വായിച്ചു കൊടുക്ക്. ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ശൽക്കങ്ങളുള്ള ചിറകുകളോട് കൂടിയ കീടങ്ങൾ. ദ ബട്ടർഫ്ലൈസ് ആൻഡ് ദ മോസ്റ്റ് സംഭവം സെറ്റാണ്. വായിക്കൊന്നും വേണ്ട, നമുക്ക് കണ്ട. അപ്പോൾ ഗൈസ് സംഭവം നമ്മൾ കുറച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോൾ കുഞ്ഞാവ് പല സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. കുഞ്ഞാവ് പേരൊക്കെ വരാം. കുഞ്ഞാൻ്റെ ഒരു അഭിപ്രായം ഓൾറൗണ്ട് എൻ്റെ ഒരു അഭിപ്രായം. വരാൻ ശ്രമിക്കുക. എല്ലാവരും വന്നിട്ടുണ്ടാവും, വേറെ വിഷയം. എന്നാലും വരാൻ ശ്രമിക്കുക. സെറ്റാണ് സ്ഥലം, ഒന്നും പറയാനില്ല. നീ എൻ്റെ കുറച്ച് ആ സംഭവങ്ങളൊക്കെ അതിന് രംഗം സെൽഫിയിൽ തന്നെ നമ്മൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടുന്ന് വലിച്ചടിച്ചിട്ടാണ്. മനോഹരമായ കാഴ്ചകളാണ്. നിങ്ങൾ വരാൻ ശ്രമിക്കാം. ഓലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും വെറുതെ ചെറുപ്പത്തിലായിരിക്കും കൂടുതലാൾക്കാർ വന്നത്. ചെറിയ പ്രായത്തിലൊക്കെയാണ് സ്കൂളിൽ നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്പോഴും സ്വന്തം നെങ്ങന്മാരൊക്കെ കൂട്ടിയൊക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ടൊക്കെ ചായ കുടിക്കാനൊക്കെ വരുന്ന മാതിരി ഇങ്ങോട്ട് വരും. ഉബൈബിൻ്റെ സന്ദേശം ഇതിൻ്റെതല്ല കേട്ടോ. ഞാൻ വരെ ഇല്ല എടുക്കും. അവിടെ ഉബൈബ് വരേണ്ട. അതുകൊണ്ട് ഉബൈബിൻ്റെ സന്ദേശമായിട്ട് കൂട്ടിയാൽ മതി. 50 രൂപ എനിക്കിത് പറയാൻ യോഗ്യതയില്ല. കാരണം ഞാനെടുക്കും പോകാറില്ല. നാട്ടിലടാ കാട്ടു. കാരണം നമ്മളൊരു കുരങ്ങച്ചായൻ. കുരങ്ങ ഒരു ഹായ് പറയുമോ? എടാ ക്ലിയറില്ലടാ. നമ്മളെ കുരങ്ങച്ചായന്മാർ പറയണ്ട. നമ്മളിങ്ങനെ എനിക്ക് പേടില്ല കേട്ടോ. ഞാൻ ഒറ്റ മൈൻഡാ. നമ്മളിങ്ങനെ കുരങ്ങനെ അടുത്തേക്ക് ഒരു കുരങ്ങച്ചായ നടന്നു പോകുന്നു. അതൊക്കെ മനുഷ്യന്മാരെ കാണാൻ അതിനൊരു പ്രശ്നമില്ല.
അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു നല്ലൊരു പ്രതിഷ്ഠ കണ്ടു. അപ്പോൾ അവിടേക്ക് സഞ്ചരിച്ചു. എവിടെ കണ്ടേ ഉബൈബേ? ആ അതൊന്ന് കാണുന്നുണ്ട്. അതാ വെള്ളം തെറിക്കുന്നു. പ്രകൃതിയുടെ രമണി. അതൊരു ഒരു ഫോറസ്റ്റ് ചെന്നായിരിക്കണം കുഞ്ഞാവേ. എടാ പുല്ല് ചവിട്ടാൻ പറ്റൂല. പോടാ, പുല്ല് ചവിട്ടാൻ പറ്റൂല. കുടിവെള്ളമല്ല അതിനൊന്നും അറിയാത്ത പോലെ നിൽക്കുക. അതാണ് നമ്മൾ ഏറ്റവും വലിയ അത്. അറിയാത്ത പോലെ നിൽക്കുക. അങ്ങോട്ട് ഞാൻ കേട്ടോ അത് കീറിട്ടോ. അങ്ങോട്ട് പോരെ. നമുക്ക് ഇതവിടെ ആ പ്രതിഷ്ഠ ഇവിടെ. ആ അതെ, പുല്ലൊക്കെ ചവിട്ടോടാ. അത് മറ്റേ നാച്ചുറൽ പുല്ലാണ്, പ്രശ്നമില്ല. ഇതാണ് നമ്മളെ ഭദ്രകാളിയോ എന്തോ ആണ്, അറിയില്ല, പേരറിയില്ല. പേര് ഇനി മാറിയെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ നിറയെ വെള്ളങ്ങളും സംഭവങ്ങളും. കുഞ്ഞാവൊരു ഫ്രെയിം എടുത്താ. ഒക്കെ ഓരോ ഐറ്റംസാണ്. ഇതിൻ്റെ ഓരോ റിങ്ങിലും ഓരോ മരങ്ങളാണ്. ഓരോ മാതിരി ബ്ലോഗാക്കി വരും. മുടി ഫാം പറയണ്ടെന്നാ രാവിലെ വരണം. കളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ തന്നെ അതിന് 8-9 മിനിറ്റ്. അന്നൊക്കെ താല്പര്യം എടുത്താൽ മതി. അതൊന്നും പോരാ. ഉറക്കെ പറയും, കേൾക്കൂല. ഉറക്കെ പറയും. പല പല ശില്പങ്ങൾ നമ്മളതാ. ഏട്ടിയം കൗണ്ടർ അത് മരം കൊണ്ട് തേക്കൊണ്ട് ഉണ്ടാക്കിയ ഏട്ടിയം കൗണ്ടർ. 1900 പണ്ട് പോർച്ചുഗീസുകാർ വന്നു. 116 വർഷം ഇതിലൂടെ നമുക്ക് നടന്നു പോകുന്നത്. ഇത് 116 വർഷം പഴക്കമുള്ള തേക്കാട്ടോ. ഇതാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കല്ലേ. ടിക്കറ്റ് ഇല്ലാതെ വന്നിട്ടില്ല. റിച്ചിലാണ് വന്നത്. 100 രൂപയാണ് ടിക്കറ്റ്. ഇതാണ്. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇതൊരു തേക്ക് ഇവിടെയുണ്ട്. സത്യം പറഞ്ഞു കൊടുക്കും ഞാൻ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ പുറത്തുണ്ടായിരുന്ന ആ ഒരു സംഭവം, വലിയ തേക്ക്. എത്ര ഇതുണ്ടെന്ന് നിന്ന് കാണിച്ചു കൊടുത്താ. ഫ്ലാഷ് വേണം. തേക്കാണ് മോനെ മുകളിൽ ഫുള്ള്. തോക്കിൻ്റെ തമ്പയിൽ അപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശമൊക്കെ കണ്ടു അല്ലേ. എല്ലാവരും ഇഷ്ടപ്പെടുക. കുറച്ച് മിസ്റ്റേക്സുകളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. കാരണം ഇവിടെ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. പിന്നെന്താ അടുത്ത വീഡിയോ ആയിട്ട്